ഈ തലവേദന പലർക്കും ലൈഫിൽ വലിയൊരു തലവേദനയായിരിക്കും. സോ എന്ത് ചെയ്താലാണ് ഒരു സൊല്യൂഷൻ കിട്ടുക, ഏത് ട്രീറ്റ്മെന്റ് ആണ് ഇഫക്റ്റീവ് ആവുക എന്നൊക്കെ ഇവർ കണ്ടിന്യൂസ് ആയി ചിന്തിക്കുന്നുണ്ടാവും. ഏതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണെങ്കിലും രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെയിനായി തലവേദന എന്തുകൊണ്ട് വരുന്നു എന്ന് ആദ്യം കണ്ടെത്തുക. കുറെ പേരെ കാണാം ട്രാവൽ ചെയ്യുമ്പോൾ വിശന്നിരിക്കുമ്പോഴൊക്കെ തലവേദന വരിക, തലവേദനയുടെ ടൈമിൽ വൊമിറ്റ് ചെയ്യാൻ തോന്നുക. ഇങ്ങനെ ഒന്നോ രണ്ടോ സിംറ്റംസ് വെച്ചോ ഇന്റർനെറ്റ്, മറ്റുള്ളവർ പറയുന്ന ഇൻഫർമേഷൻ ഇതൊക്കെ ബേസ് ചെയ്തോ തലവേദന മൈഗ്രെയിൻ ആണെന്ന് സ്വയം വിശ്വസിക്കും. ഇങ്ങനെയുള്ള പല ആളുകളെയും ഡീറ്റെയിൽ ആയി പരിശോധിക്കുമ്പോൾ അത് മൈഗ്രെയിൻ അല്ല, ടെൻഷൻ ഹെഡേക്ക്, സെർവൈക്കോജനിക് ഹെഡേക്ക്, സൈനസൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്യുന്നില്ലെങ്കിൽ ട്രീറ്റ്മെന്റും എഫക്റ്റീവ് ആവില്ല. ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ഈ മൈഗ്രെയിൻ ഉണ്ടാവുമ്പോൾ തലവേദന തൽക്കാലം കുറയ്ക്കാനുള്ള മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതല്ല ഒരു പ്രോപ്പറായ ട്രീറ്റ്മെന്റ്. പ്രധാനമായും ഫ്രീക്വൻസി, നമ്പർ ഓഫ് മൈഗ്രെയിൻ അറ്റാക്സ് കൺട്രോൾ ചെയ്യുക, പെയിനിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക. ഈ ഒരു മെത്തേഡാണ് ശരിയായ ട്രീറ്റ്മെന്റ്. ഹോമിയോപ്പതി നോക്കുകയാണെങ്കിൽ ഓരോ പേഷ്യന്റിലും ഡീറ്റെയിൽ ആയ കേസ് ടേക്കിംഗ് ചെയ്ത് ഓരോ ആളുകൾക്കും വേണ്ട മെഡിസിൻസ് നൽകും. ആവശ്യമായ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അഡ്വൈസ് ചെയ്യും. ഇതൊക്കെ കറക്റ്റായി നോക്കുന്നവരിൽ മൈഗ്രെയിനും കൂടെ വരുന്ന മറ്റു ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരുന്നതായും നോർമലി അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതായും കാണാം.